നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കൺട്രോളേഴ്സിനെ കുറിച്ചിട്ടാണ്. കൺട്രോളർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു R(S), പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് C(S). ഇതാണ് എറർ ഡിറ്റക്ടർ. ഈ ബ്ലോക്ക് കൺട്രോളർ, ഈ ബ്ലോക്കാണ് നമ്മുടെ പ്ലാന്റ്. പിന്നെ ഈ ഔട്ട്പുട്ടിൽ നിന്നൊരു ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് വരുന്നുണ്ട്, അത് മൈനസാണ്. അത് നമ്മുടെ ഇൻപുട്ടിനോട് കമ്പയർ ചെയ്യും. എന്നിട്ട് വരുന്ന ഇൻപുട്ടുമായിട്ട് ഔട്ട്പുട്ടിനുള്ള ഡീവിയേഷൻ നമ്മുടെ എറർ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എറർ സിഗ്നൽ കൺട്രോളറിലൂടെ പോകുന്നു. കൺട്രോളിലൂടെ വരുന്ന സിഗ്നലാണ് കൺട്രോൾഡ് സിഗ്നൽ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് സിഗ്നൽ, ആക്ടിവേറ്റഡ് സിഗ്നൽ എന്നൊക്കെ പറയും. നമ്മൾ ഇതിനെ ഇവിടെ മാനിപ്പുലേറ്റഡ് സിഗ്നൽ എന്ന് എഴുതണം. മാനിപ്പുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കൺട്രോളർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എ കൺട്രോളർ is one which compares ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഔട്ട്പുട്ടാണ് കൺട്രോൾഡ് വാല്യൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ടാണ് ഡിസൈഡ് വാല്യൂ. അപ്പോൾ കൺട്രോളർ ഇസ് വൺ വിച്ച് കമ്പയർസ് ദ കൺട്രോൾഡ് വാല്യൂ വിത്ത് ദി ഡിസൈഡ് വാല്യൂ. എന്നിട്ട് and has a function to correct the deviation produced. ഓക്കെ, ഇതാണ് കൺട്രോളർ എന്ന് വെച്ചാൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് യൂസസ് ഓഫ് കൺട്രോളേഴ്സ് പഠിക്കാം. Uses of controllers. ഫസ്റ്റ് അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ അത് സ്റ്റഡി സ്റ്റേറ്റ് എററിനെ കുറിച്ചിട്ട് സ്റ്റഡി സ്റ്റേറ്റ് അക്യുറസി കൂട്ടും. ഇറ്റ് ഇൻക്രീസസ് ദ സ്റ്റഡി സ്റ്റേറ്റ് അക്യുറസി ബൈ ഡിക്രീസിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ യൂസ് എന്ന് വെച്ചാൽ ഇതിൽ സ്റ്റഡി സ്റ്റേറ്റ് അക്യുറസി കൂടുന്നതോടുകൂടി തന്നെ നമ്മുടെ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും കൂടും. അപ്പോൾ കൺട്രോളിൻ്റെ സെക്കൻഡ് യൂസ് പറഞ്ഞാൽ ആസ് ദ സ്റ്റഡി സ്റ്റേറ്റ് അക്യുറസി ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. മൂന്നാമത്തെ യൂസസ് എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഓഫ്സെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺട്രോളർ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് റെഡ്യൂസ് ദ ഓഫ്സെറ്റ് ഇൻ ദ സിസ്റ്റം. ഇനി നാലാമത്തെ യൂസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മാക്സിമം ഓവർഷൂട്ടിനെ നമുക്ക് കൺട്രോളർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. മാക്സിമം ഓവർഷൂട്ട് ക്യാൻ ബി കൺട്രോൾഡ്. അഞ്ചാമത്തെ യൂസ് എന്ന് വെച്ചാൽ ഇത് നോയ്സിനെ കുറയ്ക്കും. റിഡ്യൂസ് നോയ്സ്. ആൻഡ് ലാസ്റ്റ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോൺസ്, സ്ലോ റെസ്പോൺസിനൊക്കെ ഫാസ്റ്റർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസ്പോൺസ് ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ.
ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ തരത്തിൽ കൺട്രോളേഴ്സ് ഉണ്ടെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ കൺട്രോളേഴ്സ്. അതിനെ നമ്മൾ പി കൺട്രോളർ എന്ന് പറയും. രണ്ടാമത്തെ ഇൻ്റഗ്രൽ കൺട്രോളർ. മൂന്നാമത്തെ ഡെറിവേറ്റീവ് കൺട്രോളർ. നാലാമത്തെ വെച്ചാൽ ഇനി പറയാൻ പോകുന്ന 3 കൺട്രോളേഴ്സും ഈ ഫസ്റ്റത്തെ ഈ ബേസിക് 3 കൺട്രോളേഴ്സിൻ്റെയും കോമ്പിനേഷനാണ്. നാലാമത്തെ കൺട്രോളർ എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ. അഞ്ചാമത്തെ കൺട്രോളർ എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ഡെറിവേറ്റീവ് കൺട്രോളർ. ആറാമത്തെ കൺട്രോളർ എന്ന് വെച്ചാൽ ഇതിന് 3ൻ്റെയും കോമ്പിനേഷൻ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോളർ. ഓക്കെ, നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് പ്രൊപ്പോർഷണൽ കൺട്രോളർ, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ, പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോളർ. ഇങ്ങനെ ഈ 3 കൺട്രോളേഴ്സിനെയാണ് നമ്മളെ സിലബസിൽ പഠിക്കാനുള്ളത്. പക്ഷേ നമുക്ക് പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ പഠിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ കൺട്രോളർ എന്താണെന്നുള്ള ഒരു ചെറിയ ഐഡിയ വേണം. പേരിട്ടൊന്നും പേടിക്കാനില്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് അഡ്വാൻസ് കൺട്രോൾ തിയറിയിലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോളറിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഡെറിവേറ്റീവ് കൺട്രോളർ എന്താണെന്ന് കൂടിയുള്ള ഒരു ചെറിയ ഐഡിയ വേണം. സംഭവം സിമ്പിളാണ്. ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ ആക്ടിവേറ്റഡ് സിഗ്നൽ എന്താ, എറർ സിഗ്നൽ എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആക്ടിവേറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് സിഗ്നൽ എന്ന് വെച്ചാൽ കൺട്രോളറിൽ നിന്ന് വരുന്ന സിഗ്നലാണ്. അതുപോലെ ഇറർ ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന സിഗ്നലാണ് ഇറർ സിഗ്നൽ. ഇപ്പം നമ്മുടെ ഈ മാനിപ്പുലേറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറർ സിഗ്നലിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് കൺട്രോളർ ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണൽ കൺട്രോളർ. മാനിപ്പുലേറ്റഡ് സിഗ്നൽ ഇറർ സിഗ്നലിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അങ്ങനെയുള്ള കൺട്രോളേഴ്സിനെയാണ് പറയുന്നത് പ്രൊപ്പോർഷണൽ കൺട്രോളർ. ഓക്കെ, ഇപ്പം നമ്മൾ മാനിപ്പുലേറ്റഡ് സിഗ്നലിനെ നമ്മൾ M(t) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഇറർ സിഗ്നലിനെ E(t) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റഡ് സിഗ്നൽ M(t) ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറർ സിഗ്നൽ E(t). അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റ് Kp. അപ്പോൾ M(t) is equal to Kp into E(t), where Kp is equal to proportionality constant. ഓക്കെ, ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. അതിന് മുമ്പത്തെ പോലെ തന്നെ ഇൻപുട്ട് R(s), ഔട്ട്പുട്ട് C(s), അതുപോലെ തന്നെ നമ്മൾ എറർ ഡിറ്റക്ടർ ഉണ്ട്, അവിടെ നിന്ന് എറർ സിഗ്നൽ, പിന്നെ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൺട്രോളറാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളർ Kp. ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ E(t), അപ്പോൾ E(t) ഇൻറ്റു Kp എന്ന് കിട്ടും. അതാണ് നമ്മുടെ പ്ലാന്റിലേക്ക് പോകുന്നത്, വിച്ച് ഈസ് G(s). പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക് ഈ ബ്ലോക്കിൽ H(s).
നമ്മുടെ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൊക്കെ h((1) ആണ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി പഠിക്കാം. അഡ്വാൻറ്റേജും ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറയ്ക്കുന്നു. അപ്പോൾ എന്താ, സ്റ്റഡി സ്റ്റേറ്റ് അക്യുറസി കൂടും. അതോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റം മോർ സ്റ്റേബിൾ ആവും. റിഡ്യൂസ് സ്റ്റഡി സ്റ്റേറ്റ് എറർ, thus makes the system more stable. Makes the system more stable. ആൻഡ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മാക്സിമം ഓവർഷൂട്ട് കുറയ്ക്കാൻ പറ്റും. മാക്സിമം ഓവർഷൂട്ട് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ പ്രസൻസ് കാരണം നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഓഫ്സെറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് കൺട്രോളർ വി ഹാവ് ഓഫ്സെറ്റ് ഇൻ ദ സിസ്റ്റം. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് കൺട്രോളർ we have offset in the system. And നമ്മളെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മാക്സിമം ഓവർഷൂട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസ് മാക്സിമം ഓവർഷൂട്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നമ്മളപ്പോൾ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രൊപ്പോർഷണൽ കൺട്രോളറിനെ കുറിച്ച് പറയാൻ. ഇനി അടുത്ത നമുക്ക് ഇൻ്റഗ്രൽ കൺട്രോളർ എന്താണെന്ന് നോക്കാം. ആക്ടിവേറ്റഡ് സിഗ്നൽ നമ്മുടെ ഇറർ സിഗ്നലിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ഇറർ സിഗ്നലിൻ്റെ ഇൻ്റഗ്രലിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അങ്ങനെയുള്ള കൺട്രോളറാണ് ഇൻ്റഗ്രൽ കൺട്രോളർ. ദ ആക്ടിവേറ്റഡ് സിഗ്നൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇറർ സിഗ്നൽ ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് കൺട്രോളർ ഈസ് നോൺ ആസ് ഇൻ്റഗ്രൽ കൺട്രോളർ. ഞാൻ ആക്ടിവേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും മാനിപ്പുലേറ്റഡ് സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ മാനിപ്പുലേറ്റഡ് സിഗ്നൽ തന്നെ എഴുതാണ്. The manipulated signal is integral of error signal. അതായത് m of t is directly proportional to integral of e of t dt. അപ്പോൾ ഈ എന്താ പറയുക, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കോൺസ്റ്റൻ്റ് ആണ് കെ ഐ. അപ്പോൾ ബാക്കി ഞാനിവിടെ ഇതാണ് m of t ഈക്വൽ ടു കെ ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഇ ഓഫ് ടി ടി ടി. നമുക്ക് ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാം. ആസ് യൂഷ്വൽ മുമ്പത്തെ പോലെ തന്നെ ആർ ഓഫ് എസ് ഇൻപുട്ട്, ഔട്ട്പുട്ട് സി ഓഫ് എസ്, പിന്നെ നമ്മുടെ ഇറർ ഡിറ്റക്ടർ അവിടെ നിന്ന് വരുന്ന സിഗ്നൽ ഇറർ സിഗ്നൽ, അത് നമ്മൾ കൺട്രോളറിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ നമ്മുടെ കൺട്രോളർ എന്ന് വെച്ചാൽ കെ ഐ ഇൻറ്റഗ്രൽ ഡി ടി ആണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ മാനിപ്പുലേറ്റഡ് സിഗ്നൽ. സിഗ്നൽ അത് നമ്മുടെ പ്ലാന്റിലേക്ക് പോവാണ്, ജി ഓഫ് എസ്. ഓക്കെ, പിന്നെ അതൊരു ഫീഡ്ബാക്ക്. ഇത്രയേ ഉള്ളൂ ഇൻ്റഗ്രൽ കൺട്രോളർ എന്ന് വെച്ചാൽ. ഇനി നമുക്ക് അടുത്തത് ഡെറിവേറ്റീവ് കൺട്രോളർ എന്താണെന്ന് കൂടി നോക്കാം. ഡെറിവേറ്റീവ് കൺട്രോളർ എന്താവും? അപ്പോൾ ദ മാനിപ്പുലേറ്റഡ് സിഗ്നൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡെറിവേറ്റീവ് ഓഫ് ഇറർ സിഗ്നൽ. നമ്മുടെ മാനിപ്പുലേറ്റഡ് സിഗ്നൽ പ്രൊപ്പോർഷണൽ ടു ഇറർ സിഗ്നലിൻ്റെ ഡെറിവേറ്റീവ്. ഇറർ സിഗ്നലിൻ്റെ ഡെറിവേറ്റീവിനോട് ആയിരിക്കും നമ്മുടെ മാനിപ്പുലേറ്റഡ് സിഗ്നൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ മാനിപ്പുലേറ്റഡ് സിഗ്നൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇറർ സിഗ്നൽ.
ഓക്കെ, അതായത് എം ഓഫ് ടി പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഇ ഓഫ് ടി. അപ്പോൾ എം ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് കെ ഡി ആണ്. കെ ഡി ടി ബൈ ഡി ടി ഇ ഓഫ് ടി. ഓക്കെ, നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇൻപുട്ട് ആർ ഓഫ് എസ്, പിന്നെ എറർ ഡിറ്റക്ടർ, ഇവിടുന്ന് എറർ സിഗ്നൽ, നമ്മുടെ ഇവിടുത്തെ കൺട്രോളർ ഡി ബൈ ഡി ടിക്ക് പകരം നമ്മൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമർ, ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമർ, അപ്പോൾ നമ്മൾ കെ ഡി ഓഫ് എസ് എന്ന് എഴുതാണ്, എസ് ആയിരിക്കും. ഇപ്പോൾ കെ ഡി ഓഫ് എസ് അതാണ് ഇവിടുത്തെ കൺട്രോളർ. പിന്നെ നമ്മുടെ പ്ലാന്റ് ജി ഓഫ് എസ്, ഫീഡ്ബാക്ക് എച്ച് ഓഫ് എസ്, ഔട്ട്പുട്ട് സി ഓഫ് എസ്. ഇപ്പോൾ ബേസിക്കലി ഉള്ള പ്രൊപ്പോർഷണൽ കൺട്രോളർ, ഇൻ്റഗ്രൽ കൺട്രോളർ, ഡെറിവേറ്റീവ് കൺട്രോളർ, ഇത് മൂന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻസ് ആണ്. പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ, പ്രൊപ്പോർഷണൽ ഡെറിവേറ്റീവ് കൺട്രോളർ ഉണ്ട്, പക്ഷെ നമ്മുടെ സിലബസിലില്ല, അതുകൊണ്ട് നോക്കണില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോളർ, അത് രണ്ടുമാണ് നിങ്ങൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ ഇതെന്തായിരിക്കും? നമ്മുടെ മാനിപ്പുലേറ്റഡ് സിഗ്നൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറർ സിഗ്നൽ ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് ഇറർ സിഗ്നൽ. അതായത് നമ്മുടെ പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെയും ഇൻ്റഗ്രൽ കൺട്രോളറിൻ്റെയും സമ്മാണ് ഈ പി ഐ കൺട്രോളർ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ, ഇതിനെ നമ്മൾ പി ഐ കൺട്രോളർ എന്നും പറയും. ഓക്കെ, അപ്പോൾ എന്താ? മാനിപ്പുലേറ്റഡ് സിഗ്നൽ ഈസ് proportional to error signal and integral of error signal. Okay, നമ്മൾ manipulated signal m of t is proportional to error signal and integral of error signal ആണ്. നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം. എം ഓഫ് ടി ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് കെ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് നോക്കാം. നമ്മുടെ ഇൻപുട്ട് ആർ ഓഫ് എസ്, പിന്നെ എറർ ഡിറ്റക്ടർ, നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് അത് നമ്മുടെ പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ കെ പി. സെക്കൻഡ് ബ്ലോക്ക് ഇൻ്റഗ്രൽ കൺട്രോളറിൻ്റെ കെ ഐ ഇൻ്റഗ്രൽ ഡി ടി. പിന്നെ ഇത് നമ്മൾ ഒരു ആഡറിലേക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പ്ലാന്റിലേക്ക് കണക്ട് ചെയ്യാണ് ജി ഓഫ് എസ്. ഓക്കെ, ഇതാണ് പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ, സിമ്പിളാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷനാണ്. പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്, അങ്ങനെ മൂന്ന് കൺട്രോളേഴ്സിൻ്റെയും കോമ്പിനേഷനാണ്. ഇതിനെ നമ്മൾ പി ഐ ഡി എന്നാണ് പറയുന്നത്, പി ഐ ഡി കൺട്രോളർ. അപ്പോൾ നമ്മുടെ മാനിപ്പുലേറ്റഡ് സിഗ്നൽ എന്തായിരിക്കും? വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറർ സിഗ്നൽ, ഇൻ്റഗ്രൽ ഓഫ് ഇറർ സിഗ്നൽ ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഇറർ സിഗ്നൽ. Derivative of error signal. അതായത് എം ഓഫ് ടി ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് കെ ഐ ഇൻ്റഗ്രൽ ഇ ഓഫ് ടി ഡി ടി പ്ലസ് കെ ഡി ഡി ബൈ ഡി ടി ഇ ഓഫ് ടി. ഓക്കെ, നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇൻപുട്ട് ആർ ഓഫ് എസ്, ഔട്ട്പുട്ട് സി ഓഫ് എസ്. ഓക്കെ, നമ്മൾ മൂന്ന് പ്ലാന്റുകളും ഇവിടെ എഴുതണം. ഫസ്റ്റത്തെ പ്രൊപ്പോർഷണൽ കൺട്രോളർ കെ പി, രണ്ടാമത്തെ കൺട്രോളർ ഇൻ്റഗ്രലിൻ്റെ കെ ഐ ഇൻ്റഗ്രൽ ഡി ടി, മൂന്നാമത്തെ കൺട്രോളർ കെ ഡി ഓഫ് എസ്, കെ ഡി ഓഫ് എസ്. ഓക്കെ, ഇത് മൂന്നിനും ഒരു സമ്മറിൽ കണക്ട് ചെയ്ത് നമ്മൾ പ്ലാന്റിലേക്ക് കൊടുക്കുകയാണ് ജി ഓഫ് എസ്. പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തു. ഇത്രയേ ഉള്ളൂ പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ് കൺട്രോളർ. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് കൊടുക്കാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് ഒരു ഓഫ്സെറ്റിൻ്റെ പ്രോബ്ലം ഇല്ല, നോ ഓഫ്സെറ്റ് പ്രോബ്ലം.
അതുപോലെ തന്നെ ഇതിൽ 3 കൺട്രോളേഴ്സ് ഉണ്ടല്ലോ. പ്രൊപ്പോർഷണൽ കൺട്രോളർ ഉണ്ട്, ഇൻ്റഗ്രൽ കൺട്രോളർ ഉണ്ട്, ഡെറിവേറ്റീവ് കൺട്രോളർ ഉണ്ട്. ഈ 3 കൺട്രോളറും ഉള്ളത് കൊണ്ട് തന്നെ ഇതായിരിക്കും ഇതിന് 3ൻ്റെയും അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഇതിന് സ്പീഡ് കൂടുതലായിരിക്കും, അതിൻ്റെ റെസ്പോൺസിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, അക്യുറസിയും കൂടുതലായിരിക്കും. സ്റ്റെബിലിറ്റി, അക്യുറസി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.